ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് മാൻഡിബുലർ കനൈനാണ്. ഇത് ലോങ് എസ്സേ ഒന്നും അല്ല, പക്ഷേ മാക്സിലറി കനൈൻ ലോങ് എസ്സേ ചോദിക്കുമ്പോൾ മാക്സിലറി മാൻഡിബുലറും തമ്മിൽ ഡിഫറൻസ് എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എന്തായാലും നമ്മൾ എഴുതുമ്പോൾ ക്രോണോളജി, നമ്പറിംഗ് സിസ്റ്റം ഇതൊന്നും വേണമെന്നില്ല. ഇതൊന്നും ഇതിൻ്റെ അകത്ത് പഠിക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ മാക്സിലറി സെൻറ്റൻസസ്, മാക്സിലറി കനൈൻ, പിന്നെ ഏതാണ് പ്രീമോളാർസ്, അപ്പർ ആൻഡ് ലോവർ 6, അതിൻ്റെയൊക്കെ ക്രോണോളജിയും നമ്പറിംഗ് സിസ്റ്റം നമുക്ക് എല്ലാത്തിനും എഴുതാൻ പറ്റും. നമുക്ക് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുമല്ലോ. സോ ഈ ക്രോണോളജി ഇതിനകത്ത് വേണമെന്നില്ല. ഇതിൻ്റെ ഡിഫറൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുക. സോ ലേബൽ ആസ്പെക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ലേബൽ ആസ്പെക്റ്റ് ഇനി എന്താണ്? മാൻഡിബുലർ കനൈൻ്റെ ലേബിളാണിത്. ഇതിൻ്റെ അകത്ത് മീസിയൽ സ്ലോപ്പാണ് കുറവ്, ഡിസ്റ്റൽ സ്ലോപ്പ് എന്താണ് കൂടുതലാണ്. നേരത്തെ പോലെ തന്നെ അപ്പറും ലോവറും കനൈൻ എന്താണ് മോർഫോളജി എന്താണ് റിസംബിൾ ചെയ്യുന്നുണ്ട്. റിസംബിൾസ് ഇൻ മോർഫോളജി ആൻഡ് ഫങ്ഷൻ. മാൻഡിബുലർ കനൈനാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രൗൺ ഉള്ളത്. ഏത് ടൂത്തിനേക്കാളും കൂടുതൽ വലുപ്പമുള്ള ലോങ് ആയിട്ടുള്ള ക്രൗൺ. പക്ഷേ അതിൻ്റെ കസ്പ് ടിപ്പ് നോക്കിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ഷാർപ്പായിരിക്കുമെന്ന്, പക്ഷേ മാൻഡിബുലറിൽ എന്തല്ല, ഷാർപ്പല്ല. തന്നെയാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി എന്താണ്? ലേബിൾ സർഫസ് ഓഫ് ദ ക്രൗൺ സ്മൂത്ത് ആണ്, കോൺവെക്സ് ആണ്. ഒരു മാർക്കഡ് ഗ്രൂവോ ഡിപ്രഷനോ ഒന്നുമില്ല, സ്മൂത്ത് ആണ്, കോൺവെക്സ് ആണ്. എന്താണ്? കസ്പ് ടിപ്പ് കമ്പാരിറ്റീവ്ലി എന്താണ് കസ്പ് കമ്പാരിറ്റീവ്ലി ഷോർട്ടാണ്, ഒരു ബ്ലെൻഡാണ്. ബ്ലെൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഷാർപ്പായിട്ട് നമ്മുടെ യക്ഷി പല്ല് പോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതുപോലെയല്ല, ഇങ്ങനെയാണ്. ദ കസ്പ് ഈസ് കമ്പാരിറ്റീവ്ലി ഷോർട്ട് ആൻഡ് ബ്ലെൻഡ്. മീസിൽ ഔട്ട്ലൈൻ ഓഫ് ദ ക്രൗൺ എന്താണ്? മീസിൽ ഔട്ട്ലൈൻ ഓഫ് ദ ക്രൗൺ സ്ട്രെയിറ്റ് ആണ് അല്ലേ? മീസിൽ ഔട്ട്ലൈൻ എന്താണ്? സ്ട്രെയിറ്റ് ആണ്, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ്, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് വിത്ത് ദ മീസിൽ ഔട്ട്ലൈൻ ഓഫ് ദ റൂട്ട്. നമുക്ക് ഇങ്ങനെ വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും മീസിൽ ഔട്ട്ലൈൻ. പക്ഷേ ഡിസ്റ്റൽ ഔട്ട്ലൈനിൽ ഒന്ന് നോക്കിക്കുക, ഇങ്ങനെ ഒരു എന്തുണ്ട്? കോൺവെക്സിറ്റി ഉണ്ട്. മീസിൽ ഔട്ട്ലൈന് എന്താണ്? ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ്. ഡിസ്റ്റൽ ഔട്ട്ലൈൻ എന്തുണ്ട്? കുറച്ചൊരു കോൺവെക്സിറ്റി ഉണ്ട്. ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? മീസിൽ കോണ്ടാക്ട് ഏരിയ എവിടെയാണ്? മീസിൽ കോണ്ടാക്ട് ഏരിയ മീസിയോ ഇൻസൈസൽ ആംഗിളിൻ്റെ അകത്തേക്കാണ്. മീസിൽ കോണ്ടാക്ട് ഏരിയ എവിടേക്കാണ്? മീസിയോ ഇൻസൈസൽ ആംഗിളിൻ്റെ അകത്തേക്ക് ആണ്, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദ ഇൻസൈസൽ 1/3. മീസിൽ സ്ലോപ്പ് ഓഫ് ദ ബക്കൽ കസ്പ് ഷോർട്ടാണ് ദാൻ ദ ഡിസ്റ്റൽ സ്ലോപ്പ്. ഡിസ്റ്റൽ സ്ലോപ്പിനേക്കാൾ ചെറുതാണ്. മീസിൽ സ്ലോപ്പാണ് കൂടുതൽ ഡിസ്റ്റൽ സ്ലോപ്പിനേക്കാളും. പിന്നെ എന്താ പറയുന്നത്? ഡിസ്റ്റൽ ഔട്ട്ലൈൻ ഓഫ് ദ ക്രൗൺ ഈസ് ഹൈലി കോൺവെക്സ്. ഡിസ്റ്റൽ ഔട്ട്ലൈൻ എന്താണ്? ഹൈലി കോൺവെക്സ് ആണ്. ആൻഡ് ഡിസ്റ്റൽ കോണ്ടാക്ട് ഏരിയ എവിടെയാണ്? മിഡിൽ വൺ തേർഡിലാണ്. ഡിസ്റ്റൽ കോണ്ടാക്ട് ഏരിയ മിഡിൽ 1/3 മീസിയൽ കോണ്ടാക്ട് ഏരിയ മീസിയോ ഇൻസൈസൽ ആംഗിളിൻ്റെ അവിടേക്കാണ്. അത് ഞാൻ മീസിയൽ സൈഡ് പറയുമ്പോൾ പറഞ്ഞുതരാം. ഇനി എന്താണ്? റൂട്ട് എന്താണ്? 1 to 2 millimeter ഷോർട്ടറാണ് ദാൻ ദാറ്റ് ഓഫ് മാക്സിലറി കനൈൻ. മാക്സിലറി കനൈനേക്കാളും റൂട്ട് എന്താണ്? 1 to 2 millimeter ഷോർട്ടറാണ്. അപ്പെക്സ് എന്താണ്? മോർ ഷാർപ്ലി പോയിൻറ്റഡ് ആണ്. കുറച്ചുകൂടി പോയിൻറ്റഡ് ആയിട്ടുള്ള റൂട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെ ഇതിൻ്റെ അകത്ത് പറയാം. എന്താണ്? ഡിസ്റ്റൽ സ്ലോപ്പാണ് ലോങ്ങർ ദാൻ മീസിയൽ സ്ലോപ്പ്. ഇനി മീസിയൽ കോണ്ടാക്ട് ഏരിയ എങ്ങോട്ടാണ്? നിയർ ദ മീസിയോ ഇൻസൈസൽ ആംഗിളിൻ്റെ അകത്തേക്കാണ് മീസിയൽ കോണ്ടാക്ട് ഏരിയ വരുന്നത്. ഡിസ്റ്റൽ ഔട്ട്ലൈൻ എന്താണ്? കോൺവെക്സ് ആണ്. മീസിൽ ഔട്ട്ലൈൻ എന്താണ്? സ്ട്രെയിറ്റ് ആണ് വിത്ത് ദ മീസിൽ ഔട്ട്ലൈൻ ഓഫ് ദ റൂട്ട്. ഇനി ഒരു സിംഗിൾ ആയിട്ടുള്ള കോണിക്കൽ റൂട്ട് മാത്രമേ ഉള്ളൂ ഇതിന്. ഓക്കെ, ദെൻ ഏത് ആസ്പെക്റ്റാണ്? ലിംഗ്വൽ ആസ്പെക്റ്റ്. ലിംഗ്വൽ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ലിംഗ്വൽ ആസ്പെക്റ്റ് ഈ മാക്സിലറിയിൽ ഞാൻ പറഞ്ഞായിരുന്നു സിംഗുലം പ്രൊമിനൻ്റ് ആണ്. അതുപോലെ ഇവിടെ എന്തുണ്ട് പറയാനറിയോ? ലേബിൾ റിഡ്ജ് എന്തല്ല? പ്രൊമിനൻ്റ് അല്ല. ഇതിലൊന്നും പ്രൊമിനൻ്റ് അല്ല. കസ്പ് ടിപ്പ് പ്രൊമിനൻ്റ് അല്ല, ലേബിൾ റിഡ്ജ് പ്രൊമിനൻ്റ് അല്ല. അതുപോലെ ഇവിടെ ലിംഗ്വൽ റിഡ്ജ് പ്രൊമിനൻ്റ് അല്ല. ലിംഗ്വൽ ഫോഴ്സുകൾ എന്താണ്? ഷാലോ ആയിട്ടുള്ള ലിംഗ്വൽ ഫോഴ്സാണ്. അതിൻ്റെ അത്ര മാക്സിലറിൻ്റെ അത്ര ഒന്നും വരുന്നില്ല. സോ ലിംഗ്വൽ റിഡ്ജ് നല്ലോണം ഡെവലപ്പ് ആയിട്ടില്ല, ഷാലോ ആയിട്ടുള്ള ലിംഗ്വൽ ഫോഴ്സേ ഉള്ളൂ. സിംഗുലം എന്തല്ല? പോർലി ഡെവലപ്ഡ് ആണ്, പ്രൊമിനൻ്റ് അല്ല. ഇനി മീസിയലും ഡിസ്റ്റലും മാർജിനൽ റിഡ്ജസ് ലെസ് പ്രൊമിനൻ്റ് ആണ്. Okay, compared to maxillary canine, lingual surface is relatively smooth and regular. The cingulum is poorly developed and all ridges are less distinct. Lingual surface of the root is narrow compared to the maxillary canine. Okay, mesial and distal aspect. Mesial and distal aspect. Wait. Okay, mesial and distal aspect. This is distal aspect ആണ് കേട്ടോ. Compared to the maxillary canine, എന്താണ്? cusp ridge is more slender and tip of the buccal cusp is centered over the root. എന്ന് വെച്ചാൽ കസ്പ് ടിപ്പ് എന്താണ്? ഈ ലോങ് ആക്സിസ് വരയ്ക്കുമ്പം കസ്പ് ടിപ്പ് ആ ആക്സിസ് തന്നെയാണ് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി സെർവിക്കൽ ലൈൻ കവേച്ചർ ഈസ്
more compared to maxillary canine and root tip is more pointed compared to maxillary canine. cervical line curvature maxillary canineക്കാൾ കൂടുതലാണ്. പിന്നെ എന്താണ്, റൂട്ട് പോയിൻറ്റഡ് ആണ്. ഓക്കെ, ഇത് ട്രയാങ്കുലർ ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ എന്താണ്, മീസൽ കോണ്ടാക്ട് ഏരിയ ഇവിടെ കാണിക്കുന്നുണ്ട്. മീസൽ കോണ്ടാക്ട് ഏരിയ എവിടെയാണ്? ഇൻസൈസൽ തേർഡിൻ്റെ അകത്താണ്, നിയർ ദ മീസോ ഇൻസൈസൽ ആംഗിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സോ മീസൽ കോണ്ടാക്ട് ഏരിയ മീസോ ഇൻസൈസൽ ആംഗിളിൻ്റെ അടുത്തേക്കാണ്. എവിടെയാണ്? അറ്റ് ദ ഇൻസൈസൽ തേർഡിലാണ്. കസ്പ് ടിപ്പ് ആ ലൈനിൻ്റെ അകത്താണ്. പിന്നെ എന്താണ്, സിംഗുലം ലെസ് പ്രൊമനൻ്റ് ആണ്. ഈ പോർഷനിലാണ് സിംഗുലം വരിക. ഇത് ഞാൻ കുറച്ച് ബൾജായിട്ട് വരച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടെന്ന് വിചാരിക്കാം. സോ നിങ്ങളെങ്ങനെ വരയ്ക്കണം? കുറച്ചുകൂടെ ഇപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വരച്ച് നോക്കുക, അതിൻ്റെ മുന്നേ ഒന്ന് വരച്ച് നോക്കുക. സോ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി എന്താണ്, ഡെവലപ്മെൻറ്റൽ ഡിപ്പർഷൻ ഉണ്ട്. ഡെവലപ്മെൻറ്റൽ ഡിപ്പർഷൻ എന്താണ്? ഡീപ്പാണ്. എവിടെ? മീസിയൽ റൂട്ട് സർഫസിൽ. മീസിയൽ റൂട്ട് സർഫസിൽ എന്താണ് ഡെവലപ്മെൻറ്റൽ ഡിപ്രഷൻ കുറച്ചുകൂടെ ഡീപ്പായിരിക്കും. ഇതാണ് ഡിജിറ്റലാണ്. പക്ഷേ മീസിയലായിട്ടുള്ള മീസിയൽ റൂട്ട് സർഫസിൻ്റെ അകത്താണ് ഡീപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഡിപ്രഷൻ ഉള്ളത്. റൂട്ട് എന്താണ്? പോയിൻറ്റഡ് ആണ്. സോ ഇൻസൈസൽ ആസ്പെക്ട് ലേബിയോ ലിംഗൽ ഡയമെൻഷൻ ഈസ് മോർ ദാൻ ദ മീസിയോഡിസ്റ്റൽ ഡയമെൻഷൻ. നേരത്തെ നമ്മൾ മറ്റേ കനൈൻ മാക്സിലറി കനൈനിലും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ലേബിയോ ലിംഗൽ ഡയമെൻഷനാണ് മീസിയോഡിസ്റ്റൽ ഡയമെൻഷനേക്കാൾ കൂടുതൽ. ഇനി എന്താണ്, ലേബിൾ റിഡ്ജ് മോർ ഈസ് പ്രൊമിനൻ്റ് ആൻഡ് സെർവൈക്കൽ 1/3 ഓഫ് ലിംഗൽ സർഫസ് ഈസ് ഫോംഡ് ബൈ സിംഗുലം. ഓക്കെ, സെർവൈക്കൽ 1/3 ഉണ്ടായിരിക്കുന്നത് സിംഗുലം കൊണ്ടാണ്. ലിംഗൽ സർഫസ് നാരോ ആണ് കമ്പയർഡ് ടു ലേബിൾ സർഫസ്. cusp tip and mesial cusp ridge are likely to be inclined lingually. cusp ടിപ്പും എന്താണ്, മീസിയൽ റിഡ്ജും കുറച്ച് ലിംഗ്വലി ഇൻക്ലൈൻഡ് ആണ്. സോ ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഡിഫറൻസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ഇത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്കിത് തന്നെ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാമല്ലോ. ലേബിൾ റിഡ്ജ് പ്രൊമിനൻ്റ് അല്ല, കസ്പ് ടിപ്പ് പ്രൊമിനൻ്റ് അല്ല. പിന്നെ എന്താണ്, ലിംഗ്വൽ ഫോസ ഷാലോ ആണ്. ലിംഗ്വൽ റിഡ്ജ് നല്ലോണം ഡെവലപ്പ് ആയിട്ടില്ല. മാർജിനൽ റിഡ്ജസൊന്നും അധികം ഡെവലപ്ഡ് അല്ല. സിംഗുലം പോർലി ഡെവലപ്ഡ് ആണ്. പിന്നെ എന്താണ്, കസ്പ് ടിപ്പ് ബ്ലെൻഡ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.